മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പറഞ്ഞു വെച്ച മരിച്ചവരെ ജീവിപ്പിക്കുന്ന കുറെ കഥകളുണ്ട്. നമുക്കാദ്യം ഇന്റർനാഷണൽ ബിസിനസ്സുകാരനായ ഹക്കീം അസ്ഹരിയുടെ പിതാവ് തന്നെ പറയുന്നത് കാണാം. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ മാരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സിഹ്ർ കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ർ വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇവിടെ നേർക്ക് നേരെയുള്ള അനുഭവമാണ് പറയുന്നത്. ആര്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അതായത് നിങ്ങളുടെ ഔലിയ പറയുന്ന കഥയാണ്. ഇവിടെ മരണം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇ.കെ. മുഹമ്മദ് ദാരിമി നവർ അള്ളാഹു മർക്കദഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കിട്ടിയ ആളാണ് അദ്ദേഹം. അന്നേരക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പര് പറഞ്ഞ് ഇനി അയലക്കാട് കൊണ്ടുപോകല്ലാതെ നിവൃത്തിയില്ല. മരണപ്പെട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ആ സ്ത്രീയുടെ ബോഡിയുമായി ഈ കാന്തപുരത്തിന്റെ അനിയൻ പുതിയാപ്പിള പറഞ്ഞു അയിലക്കാടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അയിലക്കാടേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അയിലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി. താമരശ്ശേരി എത്തുമ്പോഴേക്കും കാറിന്റെ 3 ടയറും ഒന്നിച്ചങ്ങോട്ട് പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. കോഴിക്കോട് എത്തുമ്പോൾ വീണ്ടും ടയർ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ആദ്യം 3 ടയർ പൊട്ടി, പിന്നീട് എണ്ണം പറയുന്നില്ല, ടയർ ഏതായാലും പൊട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ ആരാണുള്ളത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഔലിയ വരെയുള്ള വണ്ടിയുടെ ടയറാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വാഹനത്തിന്റെ ടയറുകളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവത്തോടെ അത് ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, ശ്രദ്ധ വിട്ടുപോകരുത്. ബാക്കി കൂടി പറയട്ടെ. മൂന്നാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. മൂന്നാമത്തെ കാറെടുത്ത് എങ്ങനെയൊക്കെയോ എത്തുകയാണ്. ചിലപ്പോൾ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലായിരിക്കും കാറ് പോയിട്ടുണ്ടാകുക. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ 100 നായകളുണ്ട് അവിടെ. എടപ്പാളങ്ങാടിയിലെത്തിയപ്പോൾ മഹാനവറുകളുടെ കാറിന് ചുറ്റും 100ഓളം നായകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കൃത്യമായ എണ്ണം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട അവറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ വഹയിൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം. പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. 100ഓളം നായകൾ പോകാൻ സമ്മതിക്കാതെ അവിടെ തടഞ്ഞു വെച്ചു. അവരെ തട്ടിച്ച് അങ്ങനെ പോയി, എങ്ങനെയൊക്കെയോ പോയി. ഈ പെണ്ണ് ഹയാത്തായി. മരിച്ച പെണ്ണ് അപ്പോൾ ഹയാത്തായി. ഈ 100ഓളം നായകളിൽ എങ്ങനെയല്ലോ തട്ടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറഞ്ഞ മരണപ്പെട്ട പെണ്ണ് ഹയാത്തായി എന്നാ പറയുന്നത്, ജീവൻ വെച്ചു എന്നാ പറയുന്നത്. എന്തോ മരിച്ചു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച്. എന്തെങ്കിലും മനസ്സിലായ? മക്ബറയിൽ കൊണ്ടുപോയി അടച്ചു എന്നാ പറയുന്നത്. അതിനൊന്ന് ഒരു വിശദീകരണം ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ഒന്ന് നീട്ടി പരത്തി ഒന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന് സുബ്ഹാന ജല്ല ജലാലുഹു. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും. ഇത് പറഞ്ഞത് സഖാഫിയാണ്, കാന്തപുരത്തിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമാണ്. ഇപ്പോൾ ബാക്കി കേൾക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാണ് യൂനാനി ചികിത്സക്ക് മർക്കസിലെ കോളേജിലേക്ക് പോകുന്നത്? ഇങ്ങനെ ഈ പറയുന്ന അയിലക്കാടുള്ള ജാറത്തിൽ കൊണ്ടുപോയി ആ മക്കാമിന്റെ ഉള്ളിലിട്ട് അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓപ്പറേഷൻ ചെയ്ത് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെണ്ണിനെയാണ് ജീവൻ വെപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ നോക്കണം, പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് പെണ്ണ് നടന്നിട്ട് വരികയാണ്. നേരത്തെ വന്ന കാറൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബാക്കി കൂടി കേൾക്ക്. അങ്ങനെ നമ്മൾ വെറുതെ അങ്ങ് പോയിക്കൂടല്ലേ? കാന്തപുസ്തകല്ലേ, മഹാനവറുകളല്ലേ, ഔലിയാക്കളെ മുഷാവറയിലെ പ്രധാനിയല്ലേ, ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ
മലക്കുകളെ പോലും സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയ വ്യക്തിത്വമല്ലേ? അങ്ങനെയുള്ള മഹാനവറുകൾ പറയുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ഓരോ വാക്കുകളും അതിസൂക്ഷ്മം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ടു പറഞ്ഞതൊന്നുമല്ല. ആ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട അവറുകളുടെ അനുഭവമാണ്. അത് ആരെങ്കിലും പറഞ്ഞ കേട്ട അനുഭവമല്ല, അദ്ദേഹത്തിന്റെ നേർക്കുനേരെയുള്ള അനുഭവമാണ്. ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി ഇപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം വിട്ടതാണ്. അവിടെ നിങ്ങൾ വേറൊരു കാറ് പിടിച്ച് ആ കാറ് കിട്ടുന്നിടത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് മഹാനവറുകൾ ജാറത്തിലേക്ക് പോയി. അവിടെ ആ പെണ്ണിനെ കൊണ്ടുപോയി അടച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വന്നു. അതല്ലാതെ മർക്കസിലെ യുനാനി മെഡിക്കൽ കോളേജിലേക്ക് പോയി എന്നല്ല പറഞ്ഞത്, ജാറത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. മക്കാമിലേക്ക് പോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. മക്കാമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാക്കി പൂട്ടിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ആ പൂട്ടിയിട്ട് 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വരുന്ന, ഡോറ് മുട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന പെണ്ണിനെയാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത്. കോഴിക്കോട് എത്തിയപ്പോൾ ടയർ പൊട്ടി പിന്നീട് 100ഓളം നായകൾ ബ്ലോക്ക് ചെയ്തപ്പോൾ അതിനെയൊക്കെ നീക്കം ചെയ്തുകൊണ്ട് വന്ന ആ കാറുണ്ടല്ലോ, ആ കാറിനെ തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചത് കൊണ്ട് തന്നെ വേറൊരു കാറ് കിട്ടിയില്ല. പിന്നീട് കാറ് കിട്ടാൻ വേണ്ടി കുറച്ച് നടക്കേണ്ടി വന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പെണ്ണ്, വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ പെണ്ണും ഇവരുടെ കൂടെ നടന്നു. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നിട്ടോ ആ കാറിൽ സുഖമായി തിരിച്ചു പോന്നു. ഇത്രയും വലിയ കറാമത്ത് നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.